ശ്രീ രാജു പി നായർ, ഇപ്പോൾ എന്താണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി? 2017-18 സാമ്പത്തിക വർഷത്തെ ഡൊണേഷനുകൾ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന് ചില സംശയങ്ങളുണ്ട്, അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന് ചില പോയിന്റുകളുണ്ട്. അതനുസരിച്ച് അവർ നടപടി സ്വീകരിച്ചു. ആ നടപടി ചോദ്യം ചെയ്ത് നിങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ കേസ് നടക്കുകയുമാണ്. അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിയുടെ സകല സാമ്പത്തിക ഇടപാടുകളും ഫ്രീസ് ചെയ്യുന്ന വിധത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരിടുന്ന പ്രശ്നം, രാഹുൽ ഗാന്ധി പറയുന്നു 20% വോട്ടുള്ള പാർട്ടിക്ക് 2 രൂപ ചെലവഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഭീതിതമായ സാഹചര്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അക്കൗണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബാൻ നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഉണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, കോൺഗ്രസ് പാർട്ടിയുടേതായിട്ടുള്ള 11 ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം 14 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ്റെ കണക്ക്, അത് MP-മാരുടെ പാർട്ടിയിലേക്ക് തന്നിരിക്കുന്ന പൈസയാണ്. അതിൻ്റെ കണക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സ് പറയുന്ന കാര്യം. 14 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനെ സംബന്ധിച്ചുള്ള ഒരു കുറിയിൽ 210 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുക എന്ന് മാത്രമല്ല, അതിനകത്ത് ഏകദേശം 108 കോടി രൂപ ബലമായി ആ ഇൻകം ടാക്സിൻ്റെ ഇതിനകത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആദായ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് ബിസിനസ് അല്ല. അവർക്ക് കിട്ടുന്ന ഡൊണേഷൻ ഉൾപ്പെടെയുള്ള സംഭാവനകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ലെവിയായിട്ടും എല്ലാം കിട്ടുന്ന പണമാണ്. അതിന് ആദായ നികുതി അടയ്ക്കേണ്ട കാര്യമില്ല. റിട്ടേണുകൾ ഫയൽ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിന് ചുമത്താവുന്ന പരമാവധി പിഴ 10,000 രൂപയാണ്. അതിനപ്പുറം ചുമത്താനായിട്ട് നിയമപരമായിട്ട് സാധ്യതയില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ 14 ലക്ഷം രൂപയുടെ പേര് പറഞ്ഞ് 210 കോടി രൂപയോളമുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാണ്ട് 118 കോടി രൂപയോളം അതിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പണം കിട്ടിയത്? ഈ പണം നമ്മുടെ പാർട്ടി പ്രവർത്തകർ സ്വരൂപിച്ച പണമാണ്. ഞങ്ങൾ 1-3 കേരളത്തിൽ എന്താ പറയുക 138 ചാലഞ്ച് നടത്തിയ മാതൃകയിൽ തന്നെ കേന്ദ്രത്തിലെ AICC 138 ചാലഞ്ച് നടത്തിയിരുന്നു. അതിലേക്ക് വന്ന പണം അഭിലാഷിനറിയാം. കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ആ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് ലഭിച്ച പണം മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഫ്രീസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ്, ആഴ്ചകൾക്ക് മുൻപ് 7 വർഷം മുമ്പുള്ള ഒരു പ്രശ്നം, ആ 7 വർഷം മുമ്പുള്ള 14 ലക്ഷം രൂപയുടെ ഒരു പ്രശ്നത്തിൽ ഒരു പാർട്ടിയുടെ, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയായി ജനാധിപത്യം ഉള്ളത്? ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നത് കളവാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമല്ലേ? യെസ്, ഓക്കെ, അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പോയിന്റ്. ഹലോ, ജനാധിപത്യമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു കളവാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണ്. ഇതിൽ പൊതു തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മുമ്പായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ സ്രോതസ്സും സാമ്പത്തിക സ്രോതസ്സും ഇല്ലാതെയാക്കുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, ഹിറ്റ്ലർ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവരുടെ നിരന്തരമായ ശ്രമം ഇതാണ്. പരാജയം മുന്നിൽ കാണുമ്പോൾ എതിർചേരിയെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി അവരുടെ പണത്തിന്റെ സ്രോതസ് ഇല്ലാതെയാക്കുക. 2016 നോട്ടു നിരോധനം കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതെയാക്കാനായിരുന്നോ? തീവ്രവാദം ഇല്ലാതെയാക്കാനായിരുന്നോ? അതൊന്നുമായിരുന്നില്ല. 2016 ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവിടുത്തെ പാർട്ടികളുടെ മുഴുവൻ പണസ്രോതസ് ഇല്ലാതെയാക്കുക, അവരെ നിർവീര്യമാക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിന്റെ പുറത്താണ് നടത്തിയത്. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി കാടത്തം നിറഞ്ഞ നടപടി നരേന്ദ്രമോദിയും അമിത്ഷായും പോലുള്ള നേതാക്കന്മാർക്കല്ലാതെ ഈ ലോകത്ത് ആർക്ക് സ്വീകരിക്കാൻ കഴിയും? ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്.